2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് മണ്ഡല പുനർനിർണയത്തിലേക്കാണ് അവർ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. പാർലമെന്റിലും രാജ്യസഭയിലുമൊക്കെ ഇതിനുള്ള കരുക്കളും അവർ നീക്കിത്തുടങ്ങി എന്നു തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന ചില രാഷ്ട്രീയ പ്രതിസന്ധികളുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലുമൊക്കെ ആ രാഷ്ട്രീയ പ്രതിസന്ധികൾ കൃത്യമായി മുതലെടുക്കാൻ തന്നെയാണ് BJPയുടെ ഇപ്പോഴത്തെ തയ്യാറെടുപ്പ്. 543 അംഗങ്ങളുള്ള പാർലമെൻറ്റ് അംഗസംഖ്യ പുനർനിർണയത്തിലൂടെ 819 ഉയരും. അതിൻ്റെ അർത്ഥം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളുണ്ടാകും. അത് രാഷ്ട്രീയപരമായി BJPക്ക് നേട്ടമുണ്ടാകും എന്നാണ് BJP നേതാക്കന്മാരുടെ പ്രതീക്ഷ. തെക്കേ ഇന്ത്യയിലും കാര്യമായ സീറ്റ് വർധന ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും 189 വരെ മാത്രമേ സീറ്റ് വർധന ഉണ്ടാവുള്ളൂ. അതായത് കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലുങ്കാന ഇത്തരം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏകദേശം 189 സീറ്റുകൾ മാത്രമേ മണ്ഡല പുനർനിർണയത്തിലൂടെ ഉണ്ടാവുകയുള്ളൂ. അതൊരു കാര്യമായ മാറ്റം ആവുകയുമില്ലെന്ന് അറിയാം. പക്ഷേ ഇവിടെയാണ് BJPയുടെ നിർണായകമായ നീക്കങ്ങൾ നടത്തുന്നത്. ഈ വരുന്ന 16 മുതൽ 18 വരെ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട പ്രത്യേക പാർലമെൻറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ ഒരു തീരുമാനത്തിലേക്ക് BJP എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ അന്തിമ തീരുമാനം ആയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ചർച്ചയിൽ ഒരു പക്ഷേ മണ്ഡല പുനർനിർണയം എന്നതിലേക്ക് BJP എത്തിച്ചേരും. അതിനുള്ള അവരുടെ ആദ്യഘട്ട നീക്കം DMKയുമായി ധാരണയിലാണ്. DMKയുമായി ധാരണയിലാകാൻ വേണ്ടി 22 സീറ്റുകൾ DMKയ്ക്കുണ്ടെന്ന് അവർക്കറിയാം. ആ 22 സീറ്റുകളും ഒപ്പം നിർത്താൻ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു BJP. DMK ആക്കട്ടെ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചില പ്രശ്നങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് DMKയ്ക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടാകും. അത് അംഗീകരിക്കുകയാണെങ്കിൽ മണ്ഡല പുനർനിർണയ കാര്യത്തിൽ യാതൊരു കാരണവശാലും DMK എതിർക്കില്ല, ഒപ്പം നിൽക്കുന്ന സമീപനം സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഇതുതന്നെയാണ് പശ്ചിമ ബംഗാളിലും. വേറിട്ട് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ വിമത വിഭാഗം ഏകദേശം 20ഓളം MPമാരുണ്ട്. അവർ ഇപ്പോൾ ഒരു പ്രത്യേക ബ്ലോക്കായി പാർലമെൻറ്റിൽ തുടരുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു നിർണായക ഘട്ടത്തിൽ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. അങ്ങനെ തൃണമൂൽ കോൺഗ്രസും DMKയും ഒരുമിച്ച് നിൽക്കുമ്പോഴേക്കും ഏകദേശം 40-42 സീറ്റ് വരെ ഒപ്പം നിൽക്കും. ആ 42 സീറ്റുകളിലാണ് ഇപ്പോൾ BJPയുടെ കണ്ണ്. 293 സീറ്റ് വരെ ഉള്ള NDA സഖ്യം ബാക്കിയുള്ള സീറ്റുകൾ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് 360 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ 2/3 ഭൂരിപക്ഷമാകും. അങ്ങനെ മണ്ഡല പുനർനിർണയം എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിയും. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുള്ള ചരടുവലികളാണ് ഇപ്പോൾ നടക്കുന്നത്. ചില BJP നേതാക്കന്മാർ രഹസ്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമൊക്കെ പാർലമെൻറ്റിലും രാജ്യസഭയിലുമൊക്കെ എത്താത്തതിൻ്റെ പ്രധാന കാര്യം മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടും മറ്റു ചില ബില്ലുകൾ, BJPക്ക് അനുകൂലമായ ചില ബില്ലുകൾ അത് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളുടെ ഭാഗമായൊക്കെ തന്നെ തൽക്കാലം സഭാ നടപടികളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ മണ്ഡല പുനർനിർണയം എന്നുള്ളത് BJPയുടെ ഏറ്റവും വലിയ താല്പര്യമാണ്. പക്ഷേ അതിനെ പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുന്നത് 2011 ജനസംഖ്യ കണക്കെടുപ്പ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനസംഖ്യയുടെ കണക്കനുസരിച്ചുകൊണ്ട് മണ്ഡല പുനർനിർണയം നടത്തണം എന്നാണ് BJPയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിക്കാണ് BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം അത് നടപ്പാവില്ല. പുതിയ സെൻസസ് വന്നതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ മതിയാകും മണ്ഡല പുനർനിർണയം എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ കക്ഷികളും ഒപ്പം തന്നെ BJPയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യക്ഷത്തിൽ പ്രത്യാരോപണങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ തന്നെയും പിന്തുണ BJPക്ക് അനുകൂലമായാൽ
മണ്ഡല പുനർനിർണയം എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് അവർ എത്തിച്ചേരും. അതിനുള്ള നീക്കങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം സ്വതന്ത്രന്മാരെ സംഘടിപ്പിക്കാൻ കഴിയും, അംഗസംഖ്യ കുറഞ്ഞ ചെറിയ പാർട്ടികളെ ഒപ്പം നിർത്താൻ BJPക്ക് കഴിയും. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ അവർ നടത്തും. കാരണം 2029 എങ്ങനെയും ഭരണം പിടിക്കണം എന്ന ആഗ്രഹത്തിലാണ് BJP. അതിന് തടയിടാനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് മന്ദഗതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിണങ്ങി നിൽക്കുന്ന കക്ഷികളെ ഒപ്പം നിർത്തുവാൻ കോൺഗ്രസ് കാര്യമായ നീക്കങ്ങൾ നടത്തുന്നില്ല. പ്രത്യേകിച്ചും DMKയും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പിണങ്ങി മാറി നിൽക്കുന്ന സംഘത്തെയുമൊക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാക്കാനോ അല്ലെങ്കിൽ ചർച്ചകൾ നടത്തി ഒപ്പം നിർത്താനോ ഒക്കെയുള്ള നീക്കങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങൾ ഇനി BJP അവരുടെ മുന്നൊരുക്കങ്ങളുടെ നാളുകളാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രതിപക്ഷം വലിയ ശക്തിയായി തിരിച്ചു വരും എന്നുള്ളത് അവരുടെ ആഗ്രഹമാണെങ്കിൽ തന്നെയും പക്ഷേ ഈ മന്ദഗതിയിലുള്ള പോക്ക് പോരാ എന്ന് തന്നെയാണ് പല നേതാക്കന്മാരും പറയുന്നത്. കുറച്ചുകൂടി ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന ആവശ്യവും അവർ പറയുന്നുണ്ട്. എന്തായാലും BJPയുടെ നീക്കങ്ങൾ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുറേ ആശയപരമായ കാര്യങ്ങൾ കൃത്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കണം. അതിനുള്ള എല്ലാ നീക്കങ്ങളും അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ മണ്ഡല പുനർനിർണയം എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക് കടക്കുന്നത്.